നിങ്ങളുടെ ഫോൺ നമ്പറും വീട്ടുവിലാസവും ഒരു ആപ്പിനോ വെബ്സൈറ്റിനോ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് അത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ OTP കൊടുക്കുന്ന ചില സൈറ്റുകൾ, ലോഗിൻ ചെയ്യുന്ന ആപ്പുകൾ, ഷോപ്പിംഗ് വെബ്സൈറ്റ്, ഇതിനൊക്കെ നമ്മുടെ നമ്പർ നേരിട്ട് കൊടുക്കാതെ തന്നെ ഗൂഗിൾ വഴി ഷെയർ ആകുന്ന സെറ്റിംഗ്സ് ആൻഡ്രോയിഡ് ഡിഫോൾട്ടായി ഓൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവയ്ക്ക് നമ്മുടെ നമ്പർ നേരിട്ട് കൊടുക്കാതെ തന്നെ ഗൂഗിൾ വഴി ഷെയർ ആകുന്ന സെറ്റിംഗ്സ് ആൻഡ്രോയിഡിൽ ഡിഫോൾട്ടായി ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇതുകൊണ്ടാണ് പലർക്കും സ്പാം കോൾ, ലോൺ ഓഫർ, ബെറ്റിംഗ് മെസ്സേജ്, ട്രേഡിംഗ് സ്കാം, വാട്സപ്പ് ഫ്രോഡ് ഇവ പെട്ടെന്ന് തുടങ്ങുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കേണ്ട 3 സെറ്റിംഗ്സുകളെ കുറിച്ചാണ്. ഇത് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും റാൻഡം ആപ്പിലേക്ക് പോകുന്നത് നിർത്താം. ചിലർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും. പക്ഷേ ഇനിയെങ്കിലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലീക്ക് ആകുന്നത് ഇതോടെ നമുക്ക് നിർത്താം. അതിനു മുമ്പ് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ഞാൻ അവസാനം പറയുന്ന സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് ആണ്. അപ്പം നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കാണാം. അതിനായി ആദ്യം നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോവുക. നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇനി ഗൂഗിൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ മുകളിൽ സെർച്ച് ബാറിൽ ഗൂഗിൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ എന്നുള്ളൊരു ആപ്പ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണുന്ന ഇൻ്റർഫേസിൽ ഓൾ സർവീസ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. മിക്ക ഫോണുകളിലും ഈ സെറ്റിംഗ്സ് ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് നിങ്ങളുടെ നമ്പർ ചോദിക്കുമ്പോൾ ഗൂഗിൾ സ്വയം നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റിംഗ്സ് ആണിത്. വാസ്തവത്തിൽ നിങ്ങൾ നേരിട്ട് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് പോലും ഉണ്ടാകില്ല, എന്നാലും നിങ്ങളുടെ നമ്പർ ഷെയർ ആകാം. അതുകൊണ്ടാണ് പലർക്കും ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് സൈനപ്പ് ചെയ്തതിന് ശേഷം സ്പാം കോൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് ഇവിടുന്ന് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്താൽ ഗൂഗിൾ ഇനി നിങ്ങളുടെ നമ്പർ ആപ്പിലേക്ക് ഷെയർ ചെയ്യുകയില്ല. ശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. ഇനി രണ്ടാമത്തെ സെറ്റിംഗ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അഡ്രസ്സ് ലീക്കാവുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അതിനായി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ അഡ്രസ് ബാർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഓപ്ഷൻ അല്ല വേണ്ടത്. നമ്മൾ കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം അഡ്രസ് ആൻഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ തന്നെ കാണാം സേവ് ആൻഡ് ഫില്ല് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ. ഇത് എല്ലാവരുടെ മൊബൈലും ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഓൺ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ ഒരു സൈറ്റിൽ അഡ്രസ്, ഫോൺ നമ്പർ എൻ്റർ ചെയ്താൽ ക്രോം അത് സേവ് ചെയ്ത് പിന്നീട് മറ്റ് സൈറ്റുകൾ ഔട്ട് ഓഫ് ഫില്ല് ചെയ്യും. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. പല അഡ്വർടൈസിംഗ് ട്രാക്കേഴ്സ് ഇതാണ് ഉപയോഗിക്കുന്നത്. അവർ നിങ്ങളുടെ ബ്രൗസിംഗ് ഡാറ്റ മാച്ച് ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷനും വീട്ടുവിലാസവും വരെ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇനി മുതൽ നിങ്ങൾ ഡീറ്റെയിൽസ് മാനുവലി ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രൈവസിക്ക് ഏറ്റവും സേഫ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സെറ്റിംഗ്സിലേക്ക് പോകാം. അതിനായി നിങ്ങൾ സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. പെർമിഷൻ മാനേജർ എന്ന് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ താഴെ തന്നെ പെർമിഷൻ മാനേജർ എന്ന ഒരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അവിടെ നിന്ന് പെർമിഷൻ മാനേജർ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ആപ്സ് നിങ്ങളുടെ ഫോണിൽ നിന്ന് എന്തൊക്കെ ഡാറ്റ എടുക്കുന്നുവെന്ന് ശരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ പ്രത്യേകിച്ച് 3 പെർമിഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് കോൺടാക്റ്റ്, രണ്ടാമത്തേത് ഫോൺ, മൂന്നാമത്തേത് കോൾ ലോഗ്സ്. ആദ്യം നമുക്ക് കോൺടാക്റ്റ് തുറക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആപ്പ് ലിസ്റ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ ഒരു റൂൾസ് മാത്രം ഓർക്കുക. ഈ ആപ്പിന് എൻ്റെ കോൺടാക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഫോൺ ആപ്പ്, മെസ്സേജ് ആപ്പ്, വാട്സപ്പ് ആപ്പ്, ഇതിനൊക്കെ നമ്മളുടെ കോൺടാക്റ്റ് ആവശ്യമായിട്ട് വരും. മറിച്ച് ഗാലറി, വീഡിയോ പ്ലെയർ, കാൽക്കുലേറ്റർ, ഫ്ലാഷ് ലൈറ്റ്, വാൾപേപ്പർ ആപ്പ് ഇതുപോലുള്ള ആപ്പുകൾക്ക് ഒരിക്കലും നമ്മളുടെ കോൺടാക്റ്റ് ആവശ്യമായി വരുന്നില്ല. അപ്പോൾ ആദ്യമായി നമ്മൾക്ക് ഇതിൽ നിന്ന് ഗാലറി ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി ഇതിൽ അലോ എന്നായിരിക്കും നിങ്ങൾ കാണുക. ഇതിൽ നിന്ന് നിങ്ങൾ അത് മാറ്റി ഡോണ്ട് അലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡോണ്ട് അലോ എനിവേ എന്നുള്ളതിലും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഓഫ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഈ ആപ്പിന് ഇനി നിങ്ങളുടെ നമ്പറും കോൺടാക്ട് ലിസ്റ്റും വായിക്കാൻ കഴിയില്ല. പല ആപ്പും ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ അലോ കോൺടാക്ട് ഫോർ ദി ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കും. പക്ഷേ അത് ഫീച്ചർ അല്ല, ഡാറ്റ കളക്ഷൻ ആണ്. ശേഷം ബാക്ക് പോവുക. നമുക്ക് ഫോൺ പെർമിഷൻ കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതിലും നിങ്ങൾക്ക് ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിലുള്ള ഓരോ ആപ്പിനും നിങ്ങളുടെ സിം നമ്പർ അറിയാൻ വേണ്ടി കഴിയും. അത് സ്പാം നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന പ്രധാന ഡാറ്റ ആണ്. ഇവിടെയും നിങ്ങൾ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഡയലർ കോൾ ആപ്പ് മാത്രം അലോ ചെയ്ത് മറ്റെല്ലാം ഡോണ്ട് അലോ എന്ന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബാക്ക് പോവുക. ഇനി അടുത്ത ഓപ്ഷൻ കോൾ ലോഗ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് വളരെ ഡേഞ്ചറസ് ആയ ഒരു പെർമിഷൻ ആണ്. ഇത് ഓൺ ആണെങ്കിൽ നിങ്ങൾ ആരെ വിളിച്ചു, എത്ര നേരം സംസാരിച്ചു, എത്ര പ്രാവശ്യം സംസാരിച്ചു എല്ലാം ആപ്പിന് അറിയാൻ കഴിയും. ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളെ പ്രൊഫൈൽ ചെയ്യാം. അതിനാൽ കോൾ ആപ്പ് ഒഴികെ മറ്റെല്ലാ ആപ്പും നിങ്ങൾ ഡോണ്ട് അലോ എന്ന് തിരഞ്ഞെടുക്കുക. ഇനി എല്ലാം ഡോണ്ട് അലോ എന്ന് തിരഞ്ഞെടുത്താലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഭാവിയിൽ ആപ്പിന് ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പെർമിഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അലോ കൊടുത്താൽ മതിയാകും. പക്ഷേ ഇപ്പോൾ ഡിഫോൾട്ടായി കൊടുത്തിരിക്കുന്ന ആക്സസ് വളരെ അധികമാണ്. അതാണ് ലീക്ക് നടക്കാനുള്ള പ്രധാന കാരണം. ഈ 3 സെറ്റിംഗ്സ് ഓഫ് ചെയ്താൽ നിങ്ങളുടെ നമ്പർ റാൻഡം മാർക്കറ്റിംഗ് കമ്പനിക്കും സ്കാം നെറ്റ്വർക്കും പോകുന്നത് വലിയ രീതിയിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.